എല്ലാരും ഹാപ്പി അല്ലേ? നമുക്ക് ദുബായ് പെട്ടി പൊളിച്ചാലോ? ഒരുപാട് പേര് ഫുഡൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണത് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അട്ടപ്പാടി നമ്മുടെ ദയാശ്രയിലാണ് കേട്ടോ. നമ്മുടെ മക്കളുടെ കൂടെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോകളിലൂടെ മക്കളിനെ ഒരുപാട് പേർക്ക് അറിയാം. ഇപ്പൊ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരു സഹോദരൻ പെരുന്നാളിന്റെ ഡ്രസ്സ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പെരുന്നാളിന്റെ സമയത്ത് നമുക്ക് അത് എത്തിക്കാൻ പറ്റിയില്ല. അതായത് നമ്മുടെ കൈകളിൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത്? വിഷു അല്ലേ? അപ്പൊ വിഷുവിന് നമുക്ക് ഇട്ട് അടിച്ചു പൊളിക്കാം. ഇബ്രാഹിമിനോട് ഞാൻ പ്രത്യേക ഒരുപാട് ഒത്തിരി നന്ദി പറയാണ്. കാരണം ഞങ്ങളെ മക്കൾക്ക് പുതിയൊരു പുത്തൻ ഡ്രസ്സ് കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം പെരുന്നാളിലാണ് ഇബ്രാഹിം അയച്ചു തന്നത്. പക്ഷെ പെരുന്നാളിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇനി വിഷു വരുന്നുണ്ട്. വിഷുവിന് അവർക്കതൊരു വലിയൊരു സന്തോഷമായി. ഇപ്പൊ പുതിയ പുത്തൻ ഉടുപ്പെല്ലാം ഇട്ട് സന്തോഷത്തോടെ വിഷു ആഘോഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഇബ്രാഹിമിനെ കൊണ്ട് മാത്രമാണ്. ഇബ്രാഹിക്കും കുടുംബത്തിനും ഞങ്ങളെ പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കും. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ